നടനും സംവിധായകനുമായ എ രാജേന്ദ്രൻ അന്തരിച്ചു. കൊല്ലം പട്ടത്താനത്തെ വസതിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. തൃശൂർ സ്വദേശിയാണ്. സംസ്കാരം നാളെ തൃശൂരിലെ തൃത്തല്ലൂരിൽ വെച്ച് നടക്കും. നടനും MLA-യുമായ മുകേഷിന്റെ സഹോദരീ ഭർത്താവാണ് സന്ധ്യ രാജേന്ദ്രനാണ് ഭാര്യ. മകൻ ദിവ്യദർശൻ. ഒട്ടേറെ ചലച്ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായിട്ടുള്ള വേഷം ചെയ്തിട്ടുള്ള എ രാജേന്ദ്രൻ നാടകങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലായിരുന്നു. ഭാര്യ പിതാവ് മാധവന്റെ ഉടമസ്ഥതയിലുള്ള കൊല്ലത്തെ കാളിദാസ കലാകേന്ദ്രത്തിന്റെ മുഖ്യ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. 1987 മികച്ച നാടകത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1981 ഗ്രീഷ്മം എന്ന ചിത്രത്തിലായിരുന്നു ആദ്യം അഭിനയിച്ചത്. തുടർന്ന് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലൂടെയാണ് രാജേന്ദ്രൻ സിനിമയിൽ സജീവമാകുന്നത്. പ്രണയവർണ്ണങ്ങൾ, പട്ടാഭിഷേകം, ദയ തുടങ്ങി 60ഓളം ചിത്രങ്ങളിൽ വില്ലനായിട്ടും സ്വഭാവ നടനായും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ക്യാരക്ടർ റോളുകളിലും വില്ലൻ വേഷങ്ങളിലും തിളങ്ങിയ നടൻ തന്നെയായിരുന്നു രാജേന്ദ്രൻ. നാടകം, സിനിമ എന്നിവയ്ക്കൊപ്പം ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു. ഏറെ നാളുകളായി ചികിത്സയിൽ കഴിയവെയാണ് രാജേന്ദ്രൻ വിട പറഞ്ഞത്. VR ഗോപിനാഥിന്റെ ഗ്രീഷ്മം എന്ന ചിത്രത്തിലൂടെയാണ് രാജേന്ദ്രൻ കളിയാട്ടം എന്ന ചിത്രത്തിൽ പ്രധാന വില്ലനായി. ഇടക്കാലത്ത് അദ്ദേഹം സിനിമയിൽ നിന്ന് നീണ്ട ഇടവേള എടുത്തിരുന്നു. ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് മടങ്ങിയെത്തി. ചിത്രത്തിലെ ഉണ്ണിത്തമ്പുരാൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പട്ടാഭിഷേകത്തിലെ ബലരാമൻ എന്ന വില്ലൻ വേഷവും കയ്യടി നേടി. നരസിംഹം, തച്ചനെടുത്ത് ചുണ്ടൻ, പ്രണയവർണ്ണങ്ങൾ, സ്നേഹം, ദയ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, മീശമാധവൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തൃശൂരിലായിരുന്നു രാജേന്ദ്രന്റെ ജനനം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് 1ാം റാങ്കോടെയാണ് ബിരുദം പൂർത്തിയാക്കിയത്. പിന്നീട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചു. പൂനെയിലെ പഠനശേഷം നാട്ടിലെത്തിയ സന്ദർഭത്തിലാണ് മാധവന്റെയും വിജയകുമാരിയുടെയും മകളും നടനും MLA-യുമായ മുകേഷിന്റെ സഹോദരിയായ സന്ധ്യ രാജേന്ദ്രൻ പരിചയപ്പെടുന്നതും തുടർന്ന് ഇരുവരും വിവാഹിതരാകുന്നതും. മാധവൻ സ്ഥാപിച്ച നാടക സമിതിയായ കാളിദാസ കലാകേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഏറെ നാളായി പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം. വിവാഹശേഷം കൊല്ലത്തെത്തിയ രാജേന്ദ്രൻ ഭാര്യാപിതാവായ മാധവന്റെ ഉടമസ്ഥതയിലുള്ള കാളിദാസ കലാകേന്ദ്രം എന്ന നാടക സമിതിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. രാജേന്ദ്രന്റെ മരണവാർത്ത അറിഞ്ഞ നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിച്ചേർന്നത്. കൂടുതലും വില്ലൻ വേഷങ്ങളിലാണ് അദ്ദേഹം സിനിമകളിൽ തിളങ്ങി നിന്നത്. ഇപ്പോൾ സൂര്യ TV-യിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കന്യാദാനം എന്ന സീരിയലിലെ അച്ഛൻ വേഷത്തിലായിരുന്നു താരം അഭിനയിച്ചുകൊണ്ടിരുന്നത്. കന്യാദാനം സീരിയലിലെ താരങ്ങളെല്ലാം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിച്ചേർന്നിരുന്നു. അതുപോലെ നിരവധി ആരാധകരും മറ്റു താരങ്ങളും എല്ലാവരും അദ്ദേഹത്തിന് അസുഖബാധിതനായി ചികിത്സയിൽ ഇരിക്കെയാണ് രാജേന്ദ്രന്റെ മരണം സംഭവിച്ചത്.